നമസ്കാരം. സുഭാഷിതം. അനർഘമഭിമാണിക്യം ഹേമാശ്രയമവേക്ഷതേ അനാശ്രയാഃ ന ശോഭന്തേ പണ്ഡിതാഃ വനിതാഃ ലതാഃ. ഇവിടെ ഈ സുഭാഷിതം പറയുന്നത് മാണിക്യരത്നം സ്വർണത്തെക്കാൾ എത്രയോ വിലപിടിപ്പുള്ളതാണ്, എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ മാണിക്യരത്നത്തിന് എവിടെങ്കിലും ഒരിടത്ത് നിൽക്കണമെങ്കിൽ എന്ത് വേണം? സ്വർണം വേണ്ടേ? അത് പ്രകൃതിയിൽ നിന്നാൽ മനുഷ്യൻ ധരിക്കുന്നതായ ആഭരണങ്ങളായിട്ട് വരില്ല. ആ മാണിക്യരത്നം എവിടെയെങ്കിലും സ്ഥിതി ചെയ്യണമെങ്കിൽ അതിനെ താങ്ങി നിർത്താൻ എന്ത് വേണം? സ്വർണം വേണം. അമൂല്യമായതിനെ താങ്ങി നിർത്തുന്ന മറ്റൊന്ന് ഇല്ലാതെ ഈ ലോകത്തൊന്നും അമൂല്യങ്ങളല്ല എന്നിവിടെ സൂചിപ്പിക്കുകയാണ്. മാണിക്യരത്നം കൊണ്ട് ചുമ്മാതെ വെറുതെ കാര്യമുണ്ടോ? ഇല്ല. എന്നതുപോലെയാണ് പണ്ഡിതന്മാർക്ക്, വനിതകൾക്ക്, വള്ളികൾ ചുമ്മാതെ കയറിപ്പോവില്ലല്ലോ എങ്ങും. പ്രകൃതിയിൽ തന്നെത്താനെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് താഴെയായിട്ട് കുത്തിപ്പോവും. അതിനെന്തെങ്കിലും ഒരു കമ്പോ ഒരു മരമോ ഒരു ചെടിയോ എന്തെങ്കിലും ആശ്രയിച്ച് വള്ളി പോകും. വനിതകൾക്ക് എന്ത് വേണം? ജീവിക്കണമെങ്കിൽ ഒരു പ്രത്യേകമായ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ വനിതകളെ ആശ്രയിച്ചതിൽ മാത്രമേ വനിതകൾക്ക് നിലനിൽപ്പുള്ളൂ. അതേപോലെയാണ് പണ്ഡിതന്മാർക്ക് സഭ വേണം. അല്ലേ? പണ്ഡിതനാരെങ്ങനെ അറിയുന്നത്? ഒരു പണ്ഡിതനാണ്. ആ പണ്ഡിതനാണെന്ന് ലോകം അറിയണമെങ്കിൽ പണ്ഡിതന് യഥാർത്ഥമായ സഭ അല്ലെങ്കിൽ ആ പാണ്ഡിത്യം അവതരിപ്പിക്കാനുള്ള വേദി വേണം. ഏതാണ് പറയുന്നത്? എന്തും വില ഉണ്ടാവണമെങ്കിൽ അതിനെ നിലനിൽക്കുന്നതായ, അതിനെ താങ്ങി നിൽക്കുന്നതായ ഒരു വസ്തു ഉണ്ടെങ്കിലാകുമാണ് ആ അമൂല്യമായ രത്നമായെങ്കിലും എന്ത് സാധനമാണെങ്കിലും അതിന് മൂല്യത ഉണ്ടാകുന്നത് എന്ന് സുഭാഷിതം സൂചിപ്പിക്കുന്നു.